മോനെ, മോനൂട്ടാ, അകത്ത് പോയി കിടക്കാം. അച്ഛൻ വരുമ്പോ അമ്മ വിളിക്കാം. വാ, എഴുന്നേക്ക്. അകത്ത് കിടക്കാം. അമ്മ, എനിക്ക് പേടിയാവുന്നു. അച്ഛൻ വരുമ്പോ അമ്മേനെ അടിച്ചോ? ഇല്ല മോനെ, നമുക്ക് ഇവിടെ കിടക്കാം. പേടിക്കണ്ട കേട്ടോ. പൊന്നുറങ്ങിക്കോട്ടോ. അമ്മച്ചി വിളിക്കാം അച്ഛൻ വരുമ്പോ കേട്ടോ. ഉറങ്ങിക്കോ. എനിക്കറിയണല്ല. എന്തോന്നറിയാന്ന്? നീ വീട്ടിൽ പോടാദ്യം. ചേട്ടൻ എന്റെ വീട്ടിലേക്ക് നിന്റെ വീട്ടിലേക്ക് പോകാനാ ഞാൻ പറഞ്ഞേ. ആ ചേട്ടൻ മാറിക്കട്ടെ. പോളെ എന്റെ വീട്ടിൽ പോകാനാ പറഞ്ഞു എന്നോട്. ഞാൻ വീട്ടിലേക്ക് സ്നേഹട്ടോ, എന്റെ സ്വഭാവം മാറുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ കേട്ടോളോ, എനിക്ക് ദേഷ്യം വരൂട്ടാ. ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പോയില്ലേ, നീ വന്നേ നമുക്ക് ഉമ്മടാ. മോളമ്മ ഇനി എന്നെ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ കയറ്റാവോ? നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എല്ലാവരും കിടന്നതാണ്. ആരുമില്ല, പക്ഷിയില്ല, ആരുമില്ല. ഇതെന്താ ലൈറ്റും തെളിഞ്ഞത്? എന്റെ ദൈവമേ, 4 കാലാണ് ഇന്ന്. ഇനി ആ കൊച്ചിനെ എഴുന്നേപ്പിക്കും. എന്റെ വിധി അല്ലാതെ എന്ത്. മീൻകറിയാണോടേ? മീൻ വാങ്ങാൻ കാശുണ്ടായില്ല. കടം ചോദിച്ചിട്ട് അയാളോട്ട് തന്നൂല. മോരറിയാ. മോരറി എന്റെ മറ്റവനുണ്ട് കിടക്കടേ. മോരറി അമ്മേ, ചോറ് വേണം മോനെ? അവിടെ ഇരിക്കും. കഴിച്ചോട്ടോ. ചായ എടുക്കടി. രാവിലെ ചൂലക്കാണ്. കുറച്ച് മിനിറ്റില്ല.
നന്ദുട്ടാ, മോനെ എഴുന്നേറ്റേ, അമ്പലത്തിൽ പോണ്ടേ? ചോദിച്ചേട്ടോ എണീറ്റിട്ടുണ്ടാവില്ലായിരിക്കും. തല പൊങ്ങിയിട്ടുണ്ടാവില്ല. ഇന്നലെ രണ്ടാളും നല്ല ഫോമിലല്ലായിരുന്നോ? എന്റെ പൊന്നു രഘുവേട്ടാ, ഞങ്ങൾ അമ്മയില്ലാത്ത കുട്ടികളാ. ഞങ്ങൾക്ക് ആകെയുള്ള ഞങ്ങളുടെ അപ്പനാ. ആ അപ്പനെ ഇങ്ങനെ കൊണ്ടുപോയി കുടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. മോളെ അത് വേണ്ട, ഒന്നും പറയണ്ട. അല്ല ചേച്ചിയും പാവം നന്ദൂട്ടനെ ഓർത്തിട്ട് എത്രയും നാളും ഒന്നും മിണ്ടാതിരുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ അപ്പനുമായി കൂട്ടുകൂടാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. അല്ല, നീ ഇവിടെ എന്തെടുക്കാ? ചെടി നനയ്ക്കുവായിരുന്നു. കയറി പൊടിയകത്ത്. രഘുവേ, അവള് രാവിലെ തന്നെ നിന്നെ എടുത്തിട്ട് പൊരിച്ചാ. പുള്ളൂര് രാവിലെ തന്നെ ഇത്തിരി കലിപ്പില്ല. ഏയ് ചോദിച്ചേട്ടൻ പണിക്ക് പോയെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ലാതെ ഇന്നലത്തെ ബാക്കിയുണ്ടോന്ന് അറിയാൻ വേണ്ടി അല്ല. ഇരിപ്പുണ്ടോ? കയ്യൊക്കെ ഒരു വിറയലേ. ഞാൻ എടുത്തിട്ട് വരാം. ഇവളെങ്ങോട്ടാണോ പോയി രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി? രഘുവേട്ടാ, ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ടാ? വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മായിക്ക് അസുഖം കൂടുതലാന്നും പറഞ്ഞു. നന്നായി. അമ്മേ, ഞാനും വന്നോട്ടെ? എത്ര നേരമായി വിളിക്കണോ നിന്നെ? എഴുന്നേറ്റില്ലല്ലോ. ബസ് ഇപ്പം വരും. അമ്മ പോയിട്ട് വരാട്ടോ. പോട്ടേട്ടോ. ഇങ്ങനെ എടുക്കുന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് കാണാനുമില്ല. അവിടുന്ന് ഒറ്റയ്ക്ക് എങ്ങനെ അടിക്കാനോ? എന്താ പറയാ? അപ്പാ, അപ്പനിത് എന്നാ ഭാവിച്ചാ? ഞങ്ങൾ പ്രായമായ രണ്ട് പെൺമക്കൾ ഇവിടെ ഉള്ള കാര്യം അപ്പന് വല്ല വിചാരമുണ്ടോ? മക്കളെ, ഞങ്ങൾ അങ്ങനെ വിളിക്കണ്ട. ഇന്ന് എന്താ ദിവസം എന്ന് അപ്പന് വല്ല ഓർമ്മയുണ്ടോ? നമ്മുടെ അമ്മച്ചി സുഖമില്ലാതെ ആശുപത്രി പോവാന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസമായി. കർത്താവേ, ഞാൻ പിന്നെ തിരികെ കൊണ്ടിരുന്നത് ഒരു കെട്ട് തുണിയിൽ പൊതിഞ്ഞാണ്. ചേച്ചി മതി. അമ്മ പോയത് ആശുപത്രിയിലേക്കല്ല. അപ്പൻ തലേന്ന് രാത്രി വഴക്കുണ്ടാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അപ്പനൊരാപത്തും വരുത്തരുതേ എന്ന് സകല പുണ്യാളന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. തിരിച്ചു വരുന്ന വഴിക്ക് പുറകിൽ നിന്ന് വരുന്ന ബൈക്കടിച്ച് അമ്മ പോയെന്നാ കണ്ടവര് പറയുന്നത്. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ അവന് സഹിക്കാൻ പറ്റണ്ട മക്കളെ. ചങ്ക് തകർന്നു പോവുക. അതിൽ നിന്ന് രക്ഷപ്പെടാനാ അപ്പൊ കുടിക്കുന്ന മക്കളെ. വേണ്ട, എല്ലാ കുടിയന്മാർക്കും കാണും ഇങ്ങനെ പറയാൻ ഓരോ ന്യായങ്ങള്. ഞങ്ങളോട് ഒരു ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുമായിരുന്നില്ലേ? ഞങ്ങളുടെ അമ്മച്ചിയെ പറ്റി ചിന്തിക്കുമായിരുന്നില്ലേ? സത്യമായി കർത്താവാണ് സത്യം. അപ്പൻ ഇനി കുടിച്ചോണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞങ്ങളെ രണ്ടുപേരെയും പള്ളിയിലേക്ക് എടുക്കുന്നത് അപ്പന് കാണേണ്ടി വരും. മരിച്ചുപോയ എന്റെ അമ്മച്ചിയാണ് സത്യം. അങ്ങനെയൊന്നും പറയുന്ന മക്കളെ. ഇനി അപ്പൻ കുടിക്കുകയല്ല. മതിയാക്കി, എല്ലാം മതിയാക്കി. എന്റെ കുടുംബമില്ലാതെ ആക്കിയ ഈ സാധനം ഇനി എനിക്ക് വേണ്ട. എന്റെ മക്കളെ മക്കളെ മക്കളുടെ സന്തോഷമാണ് അപ്പന് വലുത്. അതുമാത്രം പോരാ, ഇനിയൊരു തുള്ളി പോലും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കരുത്. കർത്താവാണ് സത്യം. ഇനി അപ്പൻ ചെയ്യത്തില്ല. അത് എന്റെയാ.
ദാ, അത് എന്റെ അമ്മ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് വിടറ മാറിക്കടാ. നീ നിന്റെ അല്ല. മാറ് മാറാൻ അമ്മേ തൊലഞ്ഞു പോട്ടെ. ഇന്നത്തെ പേപ്പറിൽ വന്നൊരു കാര്യം വായിച്ചാ? എന്താ അത്? പല സ്ഥലത്തുനിന്നേ ബീഫ് ചിക്കൻ്റെ പേരിൽ വിളമ്പിയ ഇറച്ചിക്കറിയിലേ പട്ടിയിറച്ചി മിക്സ് ചെയ്താ കൊടുക്കുന്നേ. വല്ല വിവരമുണ്ടോ? എന്ത് കാലാത്? എന്താ കാലാ അത്? അതല്ലെന്നേ, ഒരു കാലത്ത് പൊന്നുപോലെ വളർത്തിയ പശുവിനെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ട് സമരം, മത്സരം, ലഹള. മറുഭാഗത്താരാ? എല്ലാരെയും ഓടിച്ചിട്ട് കളിക്കുന്ന പട്ടിനെ കൊല്ലരുതെന്ന് പറഞ്ഞ സമരം. ഇതിന് രണ്ടിനും കൂട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അതാരാ? കള്ളുടിയന്മാര്. അല്ല അതാരാ? ഇവിടെ പശു ആയാലും കുഴപ്പമില്ല, പട്ടി ആയാലും കുഴപ്പമില്ല, ടച്ചിങ്സ് വേണം. ഇതിൽ രണ്ടിനും നിവൃത്തിയില്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? ദേ കടലക്കറി കഴിക്കും. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട. എന്തുകൊണ്ടാണ് കുത്തിപ്പിടിച്ചിരിക്കണേ? ഏതാണ്ട് പോയ അണ്ണാനെ പോലെ. ഇങ്ങോട്ട് പാടങ്ങട് വാ. എന്നാലും എനിക്ക് പറ്റിയ ഇവെന്തോ ഒരുമാതിരി വെള്ളത്തിൽ ചാടിയ കോഴിനെ പോലെ ഇരിക്കണേ. എന്തോ ഒരു അവാർഡ് പടം പോലെ. ഇത് അങ്ങോട്ട് പിടിച്ചേ. അങ്ങോട്ട് പോട്ടാട് കേറട്ടെ, അങ്ങോട്ട് കേറട്ടെ, ഇങ്ങോട്ട് പോട്ടാട്. മഴ കാലത്ത് ഇങ്ങനെ വേഴാമ്പല ചാട്ടം കൊടഞ്ഞ് വന്നിട്ടില്ല. നീർക്കാൻ വെള്ളത്തിൽ വന്നതോ? ചൊറിഞ്ഞ പറഞ്ഞില്ല. ആരോട് പറയാൻ? ആരേക്കാൻ? ആരല്ല പ്രവിയേട്ടോ, വീട്ടിൽ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. ആരാവര്? ചേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ആരാ വന്നിരുന്നേ? ആരൊക്കെയോ കാറിൽ വന്നായിരുന്നു പറഞ്ഞ കേട്ടു. ആരവര്? എന്താ കാര്യം പറയടി. ജപ്തി നോട്ടീസാ. രഘുവേട്ടന് മനസ്സിലായില്ലേ? കൂട്ടുകൂടി കള്ളു കുടിച്ച് വെളിവില്ലാത്ത നേരത്ത് ഓരോരുത്തർക്ക് ജാമ്യം നിൽക്കുമ്പോ ഓർക്കണായിരുന്നു. ഇനി എല്ലാവർക്കും കൂടി പേരുവഴിയിലോട്ട് ഇറങ്ങാം. അതിനധികം താമസമൊന്നുമില്ല. ശ്രമിച്ചാൽ നാളെ തന്നെ ഇറങ്ങാം. അവനാകെ വിഷമിച്ചിരിക്കുക. ഞാനപ്പോഴത്തെ ദേഷ്യത്തിന് മോനുട്ടാ,
രഘുവേട്ടന്റെ പിറന്നാളാ ഇന്ന്. അച്ഛന്റെ കൊടി മാറാനും അച്ഛന് നല്ല ബുദ്ധി തോന്നാനും പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോയി പാൽപ്പായസം കഴിക്കാൻ അവന്റെ കൂട്ടുകാരന്റെ അമ്മ പറഞ്ഞത്രേ. അച്ഛനറിയില്ലായിരുന്നു അന്ന് മോനെ. തൊട്ട് എന്റെ കുഞ്ഞ് കൂട്ടിവെച്ച നാണയങ്ങളാണ് രഘുവേട്ടൻ. അച്ഛനോട് ഓർക്കണം മോൻ. എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, ഒരു രൂപവും കിട്ടുന്നില്ല. ഞാനുണ്ട് രഘുവേട്ടനൊപ്പം. കഴിഞ്ഞതെല്ലാം മറന്ന് ഇവന് വേണ്ടി ജീവിക്കാം. നമ്മുടെ ഇന്നലെകൾ നമുക്ക് ഉപേക്ഷിക്കാൻ രഘുവേട്ട.